ഇനി ഞാൻ പറയാൻ പോകുന്ന ലക്ഷണങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ നോട്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻസ് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ സ്കിൻ വളരെ സ്കെയിലി ആയിരിക്കുക, ഡ്രൈ ആയിരിക്കുക, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് omega-3 ഫാറ്റി ആസിഡ് ഡെഫിഷ്യൻസി ആണ്. പ്രിമച്വർലി നിങ്ങളുടെ ഹെയർ ഗ്രേ അല്ലെങ്കിൽ വൈറ്റ് കളറായിട്ട് മാറുക, അതിനൊരു കാരണം കോപ്പർ ഡെഫിഷ്യൻസി ആണ്. സോ നമ്മുടെ ശരീരത്തിന് കളർ തരുന്ന, അതുപോലെ ഹെയറിന് കളർ തരുന്ന മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് കോപ്പർ നല്ലൊരു രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഇതിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രിമച്വർ ഗ്രേയിങ്ങിലേക്ക് ലീഡ് ചെയ്യും. സ്റ്റൊമക് അൾസർ, ഇതിന് കാരണം സിങ്ക് ഡെഫിഷ്യൻസി ആണ്. സിങ്ക് ആക്ച്വലി നമ്മുടെ ബോഡിക്ക് ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് പ്രൊവൈഡ് ചെയ്യാൻ, അതുപോലെ ഇൻഫെക്ഷൻസ് ഒന്ന് പ്രിവെന്റ് ചെയ്യാനും സഹായിക്കും. ഇതിന്റെ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ എച്ച് പൈലോറി ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുകയും ഇത് അൾസറിലേക്ക് ലീഡ് ചെയ്യുകയും ചെയ്യും. നമ്മുടെ ശരീരം നന്നായിട്ട് വേർക്കുക, പ്രത്യേകിച്ച് തലയുടെ ഭാഗം. ഇതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ആണ്. ഹൃദയമിടിപ്പ് നല്ല രീതിയിൽ കൂടുക, അരിത്തിമിയ അല്ലെങ്കിൽ പാൽപിറ്റേഷൻ നമ്മൾ ഇതിന് പറയും. ഇതിനൊരു പ്രധാന കാരണം മഗ്നീഷ്യം ഡെഫിഷ്യൻസി ആണ്. തൈറോയിഡ് ഡിസോർഡേഴ്സിനുള്ള പ്രധാന കാരണം ആസ് വി ഓൾ നോ അയഡിൻ ഡെഫിഷ്യൻസി. ആൻഡ് ലാസ്റ്റ്, ഗംസിൽ നിന്ന് ബ്ലീഡിംഗ് ഉണ്ടാവുന്നതിന് പ്രധാന കാരണം വൈറ്റമിൻ സി ഡെഫിഷ്യൻസി ആണ്. ഇതിൽ ഏതെങ്കിലും ലക്ഷണങ്ങൾ നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള വൈറ്റമിൻസ്, മിനറൽസ് നിങ്ങളുടെ ബ്ലഡിൽ ചെക്ക് ചെയ്യുക. അതിന്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അതിന് വേണ്ട സപ്ലിമെന്റ്സ്, ന്യൂട്രീഷൻസ് എടുത്തു തുടങ്ങുക. ഫുഡിൽ ആവശ്യത്തിന് വേണ്ട മാറ്റങ്ങൾ വരുത്തുക. സോ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ പ്രോബ്ലംസ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും.